റെവിറ്റ് MEP മലയാളത്തിന്റെ 23ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മോഡൽ ലൈനിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, ഞാനിവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഒരു വീടിന്റെ ഡ്രോയിങ് ആണ്. അത് മോഡൽ ലൈൻ ഉപയോഗിച്ച് ആദ്യം വരയ്ക്കുന്നു, അതിനുശേഷം നമ്മൾ തന്നെ ഒരു 3D ബിൽഡിംഗ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു വെച്ചതിന്റെ ബാക്കിയായിട്ടാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഡയമെൻഷനിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ടും ഡിലീറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫിൽറ്റർ വന്നതിന് ശേഷം ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ള കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ ഉള്ള എന്തൊക്കെയാണ്, ഡയമെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈൻസും ഉണ്ട്. നമുക്ക് എന്താണ് വേണ്ടുന്നത് ലൈൻസ് വേണം, ഡയമെൻഷൻ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ലൈൻസ് തന്നെ അൺടിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഡയമെൻഷൻ മാത്രം ഇവിടെ ഹൈലൈറ്റ് ആവും. അതിനുശേഷം ഇവിടെ ഡിലീറ്റ് കൊടുത്താൽ അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഡിലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ ഇവിടെ ഡേറ്റയിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡേറ്റയിൽ പറയുന്നതൊക്കെയുള്ള ഒരു സൈസിൽ ഇവിടെ മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് റൂമും ടോയ്ലറ്റും വരച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൈസ് എന്ന് പറയുന്നത് 3000 ആയിരിക്കും. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3300 ആയിരിക്കും. സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ഇവിടെ 3300 ലെങ്ത് വരും. വിഡ്ത്ത് എന്ന് പറയുന്നത് 3000 വരും. ടോയ്ലറ്റിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1200 വരും. ലെങ്ത് എന്ന് പറയുന്നത് 1800 വരും. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള മെഷർമെന്റിലാണ് ഇപ്പോൾ ബോക്സ് വരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റൂമിന്റെ സൈസ് എല്ലാം വരച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ വരയ്ക്കുന്നത് കറക്റ്റ് ആണോ? ഈ രീതിയിലും വരച്ചിരിക്കുന്നത് കറക്റ്റ് ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇവിടെ നമുക്ക് ബ്രിക്ക് വരും. അതായത് ബ്രിക്കിന് നമ്മളിവിടെ ഒരു സൈസ് പറയുന്നുണ്ട്. ഇവിടെ എത്രയാണ് ബ്രിക്ക് സൈസ് പറയുന്നത്? 200 mm ബ്രിക്ക് സൈസ് വരുന്നുണ്ട്. അതായത് നമ്മളിവിടെ ബ്രിക്ക് സൈസ് വരയ്ക്കുമ്പോൾ ഒന്നീ അകത്തോട്ട് വരയ്ക്കും. അകത്തോട്ട് ബ്രിക്ക് സൈസ് വരച്ചു കഴിഞ്ഞാൽ ഈ റൂമിന്റെ സൈസ് മാറും. പുറത്തോട്ട് വരച്ചാലും റൂമിന്റെ സൈസ് മാറും. കാരണം ഇവിടെ പുറത്തോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഓക്കെ, ഈ സൈഡ് ഓക്കെ ആവും. പക്ഷെ ഇവിടെ വരപ്പോഴും ഇവിടെ പുറത്തോട്ട് വരയ്ക്കുമ്പോഴും ഈ ടോയ്ലറ്റിൽ സൈസ് വ്യത്യാസം വരും. അപ്പം ഇങ്ങനെയല്ല നമ്മൾ വരയ്ക്കേണ്ടത്. നമുക്ക് വരയ്ക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഇവിടെ മോഡൽ ലൈൻ എടുത്തു. മോഡൽ ലൈൻ എടുത്തതിന് ശേഷം ഇവിടെ എല്ലാ പാരാമീറ്റേഴ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ 3000 ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. 3000 കൊടുക്കുവാണ്. ഞാനിവിടെ 3000 കൊടുത്തു, എൻഡ് കൊടുത്ത്. ലെങ്ത് എന്ന് പറയുന്നത് 3300 ലെങ്തും കൊടുത്തു. എന്നിട്ട് അതിനെ ഇങ്ങനെ സ്ക്വയറായിട്ട് വരച്ച് ആദ്യം ഇതിനൊരു ബോക്സ് ആക്കി. അതായത് ഒരു റൂമാണ്. 3000 × 3300 എന്ന് പറയുന്ന സൈസിലുള്ളൊരു റൂമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വരയ്ക്കപ്പോഴേക്കും ഈ റൂമിൻ്റെ ഇൻസൈഡ് വാല്യൂ, അതായത് മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഔട്ട് സൈഡിൽ വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്കിൻ്റെ വിഡ്ത്താണ്. ബ്രിക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 200 mm ആണ്. അപ്പോൾ 200 mm കണക്കാക്കി കൊണ്ടൊരു സെയിം തന്നെ ഒരു സ്ക്വയർ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോണത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം ഞാനിവിടെ 200 mm ഓഫ്സെറ്റ് കൊടുത്തു. ഓഫ്സെറ്റ് എടുത്തതിന് ശേഷം ഇവിടെ വെച്ചതിന് ശേഷം ടാബ് കൊടുക്കുക. ടാബ് കൊടുക്കുമ്പോൾ ഇതുപോലെ വരും. അതിനുശേഷം ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിട്ടും. അതായത് 200 mm വിഡ്ത്തുള്ള ഒരു സ്ക്വയർ ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു റൂം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റിൻ്റെ മെഷർമെൻറ്റ് എന്താണ് പറയുന്നത്? ടോയ്ലറ്റിൻ്റെ പറയുന്നത് എത്രയാണ്? 1200 വിഡ്ത്തും 1800 ലെങ്ത്തും. അപ്പോൾ അതനുസരിച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ മോഡൽ ലൈൻ എടുത്തു. 1200 ലെങ്ത് വേണം. ഓക്കെ, അതായത് ഇതിന് ഉൾ സൈഡാണ് ഈ പറയുന്നത്. ഓക്കെ, ഒരു റൂമിൻ്റെ അകത്ത സൈഡാണ് ഈ മെഷർമെൻറ്റുകളെല്ലാം പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ അകത്ത സൈഡായിരിക്കും. അപ്പോൾ 1200 വിഡ്ത്ത് വേണം. നമുക്ക് മൗസ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ ആ ഒരു ഈ അകത്ത ലൈൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിന് നേരെയായിട്ടൊരു 1200 കണക്കാക്കിക്കൊണ്ടൊരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം എത്രയാണ് വേണ്ടത്? 1800. അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അതിനുശേഷം ഞാനിവിടെ ഈ ബ്രിക്കിൻ്റെ വിഡ്ത്തും വരച്ചു കൊടുത്തു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കണക്ഷനായിട്ട് വന്നിരിക്കണം. അതിന് നമുക്ക് ട്രിം ചെയ്ത് മാറണം. അതിന് വേണ്ടിയിട്ട് ഈ ട്രിം ആൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം വേണ്ടുന്ന സൈഡുകൾ ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ വരും. ഓക്കെ, ഇത് എന്താണ് ഇങ്ങനെ എറർ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊറ്റ ലൈനായിട്ട്, അതുകൊണ്ടാണ് അത് എറർ വരുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പ്ലിറ്റ് എലമെന്റ് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് അത് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതൊരു സെപ്പറേറ്റ് എലമെന്റ് ആയി കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇത് മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അതിനുശേഷം ഇതുപോലെ തന്നെ എല്ലാം വരച്ചെടുത്താൽ മതി. ഓക്കെ, മോഡൽ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഡേറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റഫായിട്ടൊരു ഡ്രോയിങ് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടാണ്. ഇതിനെ അങ്ങനെ കണക്കാക്കിയാൽ മതി.